സമയം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും ആശയക്കുഴപ്പം തീരുന്നില്ല. മന്ത്രിസഭയിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ ചർച്ചകൾ തുടരുന്നു. അവസാന മണിക്കൂറിലും മന്ത്രിസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ സർവത്ര ആശയക്കുഴപ്പം. സ്പീക്കർ പദവി വേണ്ട, മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന നിലപാടിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വയനാട്ടിൽ നിന്ന് മന്ത്രി വേണമെന്ന പ്രിയങ്ക ഗാന്ധി നിലപാടെടുത്തതോടെ ടി സിദ്ദിഖിനും IC ബാലകൃഷ്ണനുമായി സമ്മർദ്ദം ശക്തമായി. ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാനാകില്ലെന്നാണ് KC പക്ഷത്തിന്റെ നിലപാട്. അതേസമയം ഷാനിമോൾ ഉസ്മാന് മന്ത്രിസ്ഥാനം കിട്ടില്ല, പകരം ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാനാണ് തീരുമാനം. അൻവർ സാദത്തിന് മന്ത്രി പദവിക്കായി രമേശ് ചെന്നിത്തല സമ്മർദ്ദം തുടരുന്നുമുണ്ട്. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, ഈ മന്ത്രിമാരാരൊക്കെയെന്നത് സംബന്ധിച്ച് കോൺഗ്രസിനകത്തെ ആശയക്കുഴപ്പം തീരുന്നേയില്ല. ആഭ്യന്തരം എന്തായാലും ചെന്നിത്തല ഉറപ്പിച്ചതാണ്. മറ്റു കാര്യങ്ങളെ ചൊല്ലിയൊക്കെ ഇപ്പോഴും വലിയ ഒരു ആശയക്കുഴപ്പമല്ലേ? പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവ് മന്ത്രിസ്ഥാനം സ്വപ്നം കാണുന്നതാണ്. അപ്പോ അദ്ദേഹത്തെ മറ്റൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്നുള്ളതിൽ വലിയ ചോദ്യമുണ്ട്. മറ്റൊന്ന്, വയനാട്ടിൽ നിന്ന് മന്ത്രി വേണമെന്നുള്ള കാര്യം. അപ്പോൾ രണ്ടു പേരുകൾ, ടി സിദ്ദിഖ് ആണെങ്കിലും IC ബാലകൃഷ്ണൻ ആണെങ്കിലും, ഈ രണ്ടുപേരെയും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഒരാളെ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പട്ടിക വിഭാഗത്തിൽ നിന്ന് അവരുടെ പ്രാതിനിധ്യം വേണമെന്ന് IC ബാലകൃഷ്ണൻ പറയുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ എന്ത് സംഭവിക്കും? മറ്റൊന്ന്, ചാണ്ടി ഉമ്മനെ ഒഴിവാക്കുമോ എന്നുള്ള കാര്യം. ചാണ്ടി ഉമ്മൻ ഉറപ്പിക്കുന്നില്ലേ ഈ മന്ത്രിയായി തന്നെ? മറ്റൊന്ന്, വനിതാ മന്ത്രിയാണ്. അത് നിലവിൽ ഉറപ്പിച്ചിട്ടുള്ളവരിൽ ഒരു വനിത മാത്രമേ ഉള്ളൂ. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലേ? അതിനായി VD സതീശൻ പക്ഷം പറയുന്നുണ്ടെങ്കിലും അതിലും ഒരു ഉറപ്പില്ല അല്ലെ? ഏതൊക്കെ തരത്തിലാണ് ആശയക്കുഴപ്പമുള്ളത് ഹരി? റോഷ്നി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആശയക്കുഴപ്പങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കീറാമുട്ടിയായി UDFന്റെ ഉഭയകക്ഷി ചർച്ചയിൽ വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അതായത് മുഖ്യമന്ത്രി അടക്കം 8 മന്ത്രിസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് മറ്റൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാതെ ഉറപ്പിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അതായത് മുഖ്യമന്ത്രി VD സതീശൻ, പിന്നീട് രമേശ് ചെന്നിത്തല, ഒപ്പം സണ്ണി ജോസഫ്, AP അനിൽകുമാർ, K മുരളീധരൻ, M ലിജു, ബിന്ദു കൃഷ്ണ, PC വിശ്വനാഥ്, ഇവരുടെ പേരുകൾ 100% ഉറപ്പിക്കാൻ കഴിയുന്നതാണ് മന്ത്രിസഭയിൽ. പക്ഷേ ബാക്കിയുള്ള പേരുകളിൽ ഇന്നലെയൊക്കെ തന്നെ ചാണ്ടി ഉമ്മന്റെ പേര് വളരെ സജീവമായി കേൾക്കുകയും അത് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനിടയ്ക്കാണ് ചാണ്ടി ഉമ്മന്റെ പേരിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതായി വന്നത്. ചാണ്ടി ഉമ്മന്റെ പേരിന് വേണ്ടി ചാണ്ടി ഉമ്മനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്കാണ് KC വിഭാഗം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗവും ചാണ്ടി ഉമ്മനെ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി അത് മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ചാണ്ടി ഉമ്മനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കാര്യമായി തന്നെ പരിഗണിക്കുന്നു. ഒരു പക്ഷേ അതിനുള്ള സാധ്യത ഏറുന്നു വീണ്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വയനാടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം മന്ത്രിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ അവിടെ പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം രമേശ് ചെന്നിത്തല പറഞ്ഞ രണ്ടു പേരുകൾ, അതായത് IC ബാലകൃഷ്ണന്റെയും അൻവർ സാദത്തിന്റെയും പേരുകൾ, ആ രണ്ടു പേരുകളും പരിഗണിക്കാൻ കഴിയില്ല. ടി സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് വന്നാൽ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രിയെ കൂടി അഫോർഡ് ചെയ്യാൻ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ IC ബാലകൃഷ്ണൻ സ്വാഭാവികമായിട്ടും അവിടെ താഴെപ്പെടും. അൻവർ സാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ടി സിദ്ദിഖ് എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി നേരത്തെ തന്നെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അൻവർ സാദത്ത് അവിടെ ഒഴിവാക്കപ്പെടും. മാത്രമല്ല, നിലവിൽ ഇതിനോടകം തന്നെ അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളാണ് ഈ ആലുവ, കളമശ്ശേരി, പറവൂർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 3 മണ്ഡലങ്ങളിൽ നിന്നും ഓരോരോ മന്ത്രിമാരെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മന്ത്രിസഭ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം വടക്കം പറവൂരിൽ നിന്ന് VD സതീശൻ ഉണ്ടാവും, കളമശ്ശേരിയിൽ നിന്ന് അബ്ദുൽ ഗഫൂറിനെ മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആലുവയിൽ നിന്ന് അൻവർ സാദത്ത് കൂടി സാധിക്കില്ല. അങ്ങനെ അൻവർ സാദത്തിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ആ പേര് ഏറെക്കുറെ ഒഴിവായ മട്ടാണ്. പക്ഷേ IC ബാലകൃഷ്ണൻ കൂടി ഒഴിവായി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല അത് നോക്കി നിൽക്കില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയും. ഒപ്പം വനിതാ മന്ത്രിസ്ഥാനമാണ് നിലവിൽ ബിന്ദു കൃഷ്ണ മാത്രമാണ് വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണോ അതെയോ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ സിദ്ദിഖിനെ ഒഴിവാക്കേണ്ടി വരും എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഈ മന്ത്രിസഭ സംബന്ധിച്ച കോൺഗ്രസിൽ തന്നെയുണ്ട്. അതായത് ഈ ഘടകകക്ഷികളുമായിട്ട് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, ഈ ടേം വ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങളുണ്ട്, PJ ജോസഫിന് 2 മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യമുണ്ട്. അതെല്ലാം അവിടെ തന്നെ നിലനിൽക്കുമ്പോഴും കോൺഗ്രസിനുള്ളിലെ മന്ത്രിസ്ഥാനത്തിലും തീരുമാനമാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ലിസ്റ്റ് ഗവർണർക്ക് കൊടുക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞ സമയം കഴിഞ്ഞ് 3 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. അതായത് 2 മണിയോടുകൂടി നൽകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ പട്ടിക ആയിട്ടില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു 3-4 മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും അന്തിമ തീരുമാനമാകാനിരിക്കുന്നു. അതൊപ്പം തന്നെ വളരെ സജീവമായി ഇതോടൊപ്പം പരിഗണിക്കുന്ന പേരാണ് VT ബൽറാമിൻ്റേത്. അതായത് VD സതീശൻ
സതീശൻ കാര്യമായി തുടക്കം മുതൽക്ക് മുന്നോട്ട് വെക്കുന്ന പേരാണ് വി ടി ബൽറാമിൻ്റേത്. പക്ഷേ നായർ വിഭാഗത്തിൽ നിന്ന് ഇതിനോടകം തന്നെ 4 പേർ മന്ത്രിസഭയിലുണ്ട്. അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പി സി വിശ്വനാഥും മന്ത്രിസഭയിലുണ്ട്. ഇനി ഒരാൾ കൂടി ആവുമ്പോൾ 5 പേർ നായർ വിഭാഗത്തിൽ നിന്ന് വരും. അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ വി ടി ബൽറാമിന് വേണ്ടി കാര്യമായി വി ഡി സതീശൻ പിടിമുറുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ 5 പേർ ഈ മന്ത്രിസഭയിൽ നായർ വിഭാഗത്തിൽ നിന്നുണ്ടാവും. ഈ സാമുദായിക സമവാക്യങ്ങൾ വരുന്ന മേഖലകളെല്ലാം തിരിച്ചുകൊണ്ട് ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതിനോടകം ഉറപ്പിച്ചവർ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലിജുവിൻ്റെയും പി സി വിശ്വനാഥിൻ്റെയും അടക്കമുള്ള പേരുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ചിലരുടെ വകുപ്പുകളിലടക്കം തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്പസമയം മുമ്പ് പി ജെ ജോസഫാണ് നേരിട്ട് ചർച്ചയ്ക്ക്, അതായത് ജോസഫ് വിഭാഗത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി അതിൽ തീരുമാനമാകണം. അതായത് 2 മന്ത്രിമാരാണ് നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ 2 മന്ത്രിമാരെ വേണം, 2 വകുപ്പുകൾ വേണം എന്നുള്ളതായിരുന്നു ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും നൽകാം എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്ന് പറയുന്നു. വകുപ്പ് മുൻപ് ആവശ്യപ്പെട്ടിരുന്നത് മുൻപുണ്ടായിരുന്ന ജലവിഭവ വകുപ്പാണ്. പക്ഷേ അതിനുശേഷം ഇന്നലെ അതൊരു കൃഷി വകുപ്പിലേക്ക് മാറിയിരുന്നു. ഇന്ന് രാവിലെ മുതൽക്ക് വീണ്ടും ജലവിഭവ വകുപ്പായി. പക്ഷേ ഇതിനിടയ്ക്ക് ജലവിഭവം ഷിബു ബേബി ജോണിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കീറാമുട്ടികളും വന്ന് കൂടുകയാണ് KPCC ആസ്ഥാനത്ത്. അതിനൊരു തീരുമാനമാവുക എന്നുള്ളതാണ്, ഇതും വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമാവുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി. പറഞ്ഞ സമയത്ത് തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും മുഴുവൻ മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് UDF പറഞ്ഞിട്ടുള്ളത്. അപ്പോ പറഞ്ഞ സമയം, ആ സമയത്ത് ഗവർണറെ കാണാൻ പറ്റുമോ? റോഷൻ, അതിനകത്ത് പറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ സമയമുണ്ട് കോൺഗ്രസിനും മുന്നിൽ, അല്ലെങ്കിൽ UDF മുന്നിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ട്. പക്ഷേ ഇതിനോടകം പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് 2 മണിയോടുകൂടി പട്ടിക തയ്യാറായി അത് ഗവർണർക്ക് കൈമാറും എന്നുള്ളതായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. ആ സമയം കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ ദിവസം സാങ്കേതികമായി സമയമുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബാക്കിയുള്ള സമയം, അതായത് വൈകുന്നേരം വരെ ആ ചർച്ച പുരോഗമിച്ച് എല്ലാ തരത്തിലും സമവായം ഉണ്ടാക്കി അനുനയശ്രമങ്ങളെല്ലാം വിജയിപ്പിച്ച ശേഷം ഒരു പട്ടിക അന്തിമമാക്കിക്കൊണ്ട് 21 മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പൂർണ്ണ മന്ത്രിസഭ തന്നെ ഉണ്ടാകും. അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. നിയുക്ത മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ അവസാന ഘട്ടം എന്നോണം നടക്കുന്നത്. നേരത്തെ IC ബാലകൃഷ്ണനും സിദ്ദിഖും ഒക്കെ തന്നെ KPCC ആസ്ഥാനത്തുണ്ടായിരുന്നു. അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നത്. വയനാട്ടിൽ നിന്നൊരു മന്ത്രി അത് അനിവാര്യമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ നിന്ന് മന്ത്രി ആരാണ് എന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അതിന് ഈ പറയുന്നത് പോലെ മറ്റ് പല സാമുദായിക സമവാക്യങ്ങളും ശരിയാകേണ്ടിയിരിക്കുന്നു. ചില പേരുകൾ ഇതിനോടകം തന്നെ വെട്ടിപ്പോയതും ആ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ചാണ്ടിയുമ്മൻ അവിടെയാണ് കൂടുതൽ സാധ്യതയേറുന്നത്. അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണമെന്നുള്ള ഒരു പിടിവാശിക്ക് മുന്നിൽ, KC വിഭാഗത്തിൻ്റെയും RC വിഭാഗത്തിൻ്റെയും ഒക്കെ ഒരു പിടിവാശിക്ക് മുന്നിൽ ചാണ്ടിയുമ്മൻ്റെ പേര് ഏറെക്കുറെ അംഗീകരിക്കുന്ന ഒരു മട്ടായി ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ചർച്ച ബാക്കിയുള്ളത്, ഇപ്പോൾ നേരത്തെ കയറിപ്പോയതുപോലെ PJ ജോസഫ് അകത്തുണ്ട്. PJ ജോസഫുമായി ചർച്ച നടത്തും. അദ്ദേഹം തന്നെ നേരിട്ട് വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനുശേഷം ഇനി ചർച്ച നടക്കാനുള്ളത് അനൂപ് ജേക്കബുമായിട്ട് ചർച്ചയുണ്ട്, മാണിച്ചിക്കാപ്പനുമായിട്ടുള്ള ചർച്ചയുണ്ട്. അവരുടെ ടൈം വ്യവസ്ഥ അംഗീകരിക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈം വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ തന്നെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. അതായത് CP ജോണിന് 5 വർഷം ഫുൾ ടൈം കൊടുത്തു. ആ ഫുൾ ടൈമും കൊടുക്കുന്നു, പ്രധാനപ്പെട്ട വകുപ്പും കൊടുക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പാതി വർഷം, അതായത് 2.5 വർഷം നൽകുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എന്തായാലും ഇതെല്ലാം പരിഹരിക്കണം കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധി. റോഷ്നി.